ഇറ്റലിയിലെ മനോഹരമായ പൂയയിൽ ജൂൺ 13 മുതൽ ജൂൺ 15 വരെ നടക്കുന്ന G7 ഉച്ചകോടി ഒരു നിർണായക സമയത്താണ്. യുക്രൈനിലും ഗാസയിലും നടക്കുന്ന യുദ്ധങ്ങളും സംഘർഷങ്ങളും, കടുത്ത കാലാവസ്ഥാ വ്യതിയാനങ്ങൾ, അങ്ങനെ G7 രാജ്യങ്ങളിലെ തന്നെ സുപ്രധാന രാഷ്ട്രീയ സംഭവങ്ങളും ഉൾപ്പെടെയുള്ള ഒന്നിലധികം പ്രതിസന്ധികളുമായി ലോകം പോരാടുന്ന സമയം. അതുപോലെ US പ്രസിഡന്റ് ജോ ബൈഡൻ, ഫ്രാൻസിന്റെ ഇമ്മാനുവൽ മാക്രോൺ, ബ്രിട്ടനിലെ ഋഷി സുനക് തുടങ്ങിയ നേതാക്കൾ തിരഞ്ഞെടുപ്പ് അഭിമുഖീകരിക്കുന്ന സാഹചര്യവും. ഇന്ത്യ-ഇറ്റലി ബന്ധം കൂടുതൽ ദൃഢമാക്കുമെന്നും സഹകരണം വിപുലമാക്കുമെന്നുമുള്ള പ്രഖ്യാപനത്തോടെയാണ് പ്രധാനമന്ത്രി G7 ഉച്ചകോടിക്ക് പുറപ്പെട്ടത്. ഇന്ത്യ അധ്യക്ഷത വഹിച്ച G20 ഉച്ചകോടി തുടർ നീക്കങ്ങൾക്ക് G7 ഉച്ചകോടി ഊർജ്ജമാകുമെന്നാണ് യാത്രയ്ക്ക് മുൻപ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു വച്ചിരിക്കുന്നത്. നടക്കാൻ പോകുന്ന G7 ഉച്ചകോടിയുടെ അജണ്ട നിലവിലെ ലോക സാഹചര്യങ്ങളെയും മറ്റ് ആഗോള വെല്ലുവിളികളെയും പ്രതിഫലിപ്പിക്കുന്നു എന്നതാണ് വാസ്തവം. G7 അംഗരാജ്യം അല്ലായിരുന്നിട്ടും ഇന്ത്യക്ക് വീണ്ടും ക്ഷണം ലഭിച്ചു. 2023 പോലെ ഇന്ത്യയെ കൂടാതെ ചില G7 ഇതര രാജ്യങ്ങൾക്കും ക്ഷണമുണ്ട്. ഉച്ചകോടിയുടെ അജണ്ടകളും ഇന്ത്യക്കുള്ള ക്ഷണത്തിന്റെ കാരണങ്ങളും നമുക്കൊന്ന് പരിശോധിക്കാം. 6 പ്രധാന പ്രവർത്തന സെഷനുകളിലൂടെയാണ് G7 ഉച്ചകോടി ആഗോള പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്നത്. 1. ആഫ്രിക്കയുടെ കാലാവസ്ഥാ വ്യതിയാനവും വികസനവും. കാലാവസ്ഥാ വ്യതിയാനം ഒരു പ്രധാന പ്രശ്നമായി തുടരുന്ന സാഹചര്യത്തിൽ, പ്രത്യേകിച്ചും G7 അംഗങ്ങൾ ആരും അവരുടെ 2030 എമിഷൻ റിഡക്ഷൻ ടാർഗറ്റുകൾ കൈവരിക്കാൻ സാധിക്കാത്ത ഇരിക്കുന്ന ഈ സാഹചര്യം കൂടുതൽ വഷളാക്കുകയായിരുന്നു. 2030 40 മുതൽ 42% എമിഷൻ കുറയ്ക്കാനാണ് G7 ലക്ഷ്യമിടുന്നത്. എന്നാൽ നിലവിലെ നയങ്ങൾ സൂചിപ്പിക്കുന്നത് 19 മുതൽ 33% കുറവ് മാത്രമേ ഉണ്ടാകൂ എന്നതാണ്. 2030കളുടെ മധ്യത്തോടെ കൽക്കരി ഉപയോഗിച്ചുള്ള വൈദ്യുത നിലയങ്ങൾ ഘട്ടം ഘട്ടമായി നിർത്തലാക്കുന്നതിൽ പ്രത്യേക ശ്രദ്ധ കേന്ദ്രീകരിക്കും ഈ ഉച്ചകോടി. രണ്ടാമതായി, മിഡിൽ ഈസ്റ്റിലും പ്രത്യേകിച്ച് ഗാസ സംഘർഷത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും. ഇസ്രായേലും ഹമസും തമ്മിൽ ഉടനടി വെടിനിർത്തൽ, ബന്ദികളെ മോചിപ്പിക്കൽ, ഗാസയ്ക്കുള്ള സഹായം വർദ്ധിപ്പിക്കൽ, ഇസ്രായേൽ ഗാസ നിവാസികളുടെ സുരക്ഷ ഉറപ്പാക്കുന്ന സമഗ്രമായ സമാധാന ഉടമ്പടി എന്നിവയ്ക്കുള്ള പദ്ധതി US പ്രസിഡന്റ് ജോ ബൈഡൻ നിർദ്ദേശിച്ചു കഴിഞ്ഞു. UN സെക്യൂരിറ്റി കൗൺസിൽ ഉൾപ്പെടെയുള്ള G7 രാജ്യങ്ങൾ ഇതിനകം ഈ പ്രമേയം അംഗീകരിച്ചിട്ടുമുണ്ട്. ഈ രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഗസയിലെ യുദ്ധം നിർത്തുന്നത് വളരെ നിർണായകമാണ്. കാരണം ആഭ്യന്തരവും അന്തർദേശീയവുമായ സമ്മർദ്ദം, എണ്ണ സമ്പന്നമായ മേഖലയിലെ സംഘർഷത്തിൽ നിന്ന് ഒരു സ്പില്ലോവർ തടയുന്നതിൻ്റെ ആവശ്യകത, ചെങ്കടലിൽ കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണം പോലുള്ള കൊളാട്രൽ നാശനഷ്ടങ്ങൾ തടയുന്നതൊക്കെ ഇതിൽ പെടുന്നുണ്ട്. മൂന്നാമതായി, യുക്രൈൻ സംഘർഷം. യുക്രൈനിലെ സംഘർഷം ഗ്രൂപ്പ് ഓഫ് 7 രാജ്യങ്ങളുടെ കേന്ദ്ര ബിന്ദുവായി തന്നെ തുടരുകയാണ്. പാശ്ചാത്യ സഖ്യകക്ഷികളിൽ നിന്ന് കൂടുതൽ കാര്യമായ പിന്തുണ ആവശ്യപ്പെട്ട് യുക്രൈനിയൻ പ്രസിഡന്റ് വോളോഡിമർ സെലൻസ്കിയും ചർച്ചകളിൽ പങ്കെടുക്കും. 300 ബില്യൺ യൂറോയുടെ മരവിപ്പിച്ച റഷ്യൻ സെൻട്രൽ ബാങ്ക് ആസ്തികളുടെ പലിശയിൽ നിന്നുള്ള ലാഭം കീവിനെ സഹായിക്കാൻ ഉപയോഗിക്കുന്നതിനുള്ള ഒരു കരാറിന് അന്തിമ രൂപം നൽകുമെന്ന് G7 നേതാക്കൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഈ ലാഭം $50 ബില്യൺ വരെയുള്ള വായ്പയ്ക്ക് ഈടായി ഉപയോഗിക്കുന്നത് ഇതേ പദ്ധതിയിൽ ഉൾപ്പെടുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഈ തുക ഇഷ്യൂ ചെയ്യുന്നതും ആസ്തികൾ മരവിപ്പിക്കുന്നതിനുമുള്ള സാധ്യതയും സംബന്ധിച്ച സാങ്കേതിക തർക്ക വിഷയം ഇപ്പോഴും തുടരുന്നുണ്ട്. അടുത്തത് മൈഗ്രേഷനുകളാണ്. വ്യക്തമായും കുടിയേറ്റം എന്നത് മെലോണി ഗവൺമെന്റിന്റെ നിർണായക അജണ്ടയാണ്. തൊഴിലാളികളുടെ ക്ഷാമം പരിഹരിക്കുന്നതിന് നിയമപരമായ എമിഗ്രേഷൻ മാർഗങ്ങൾ വിപുലീകരിക്കുന്നതിനിടയിൽ കുടിയേറ്റങ്ങൾ തടയുന്നതിന് കർശനമായ നടപടികൾ നടപ്പിലാക്കിയിട്ടുണ്ട്. ഉച്ചകോടി മൈഗ്രേഷനുകളെക്കുറിച്ചുള്ള സമഗ്ര ചർച്ചയും കുടിയേറ്റം ഫലപ്രദമായി കൈകാര്യം ചെയ്യാൻ വിശാലമായ സഹകരണം ആവശ്യപ്പെടുകയും ചെയ്യും. UK-യിലെ റുവാണ്ട നാടുകടത്തൽ ബില്ലും കുടിയേറ്റക്കാരെ നിയന്ത്രിക്കാൻ മെലോണിയുടെ അൽബേനിയയിലെ സമാനമായ കരാറും പശ്ചാത്തലത്തിലുണ്ട്. ഇനി G7-ലെ ഇൻഡോ പസഫിക്കിന്റെ പ്രാധാന്യമാണ്. ഇൻഡോ പസഫിക് ഏരിയയ്ക്കും തന്ത്രപരമായ പ്രാധാന്യമുണ്ട്, പ്രത്യേകിച്ച് ഈ മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന ഒരേയൊരു G7 അംഗമായ ജപ്പാനിന്. ഇൻഡോ പസഫിക് സാമ്പത്തിക സുരക്ഷയാണ് മറ്റൊരാശങ്ക. പ്രത്യേകിച്ച് ചൈനയുടെ വികസിക്കുന്ന സ്വാധീനമുയർത്തുന്ന തന്ത്രപരമായ വെല്ലുവിളികളുള്ള സാഹചര്യത്തിലാണിത്. UK, ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി എന്നിവയുൾപ്പെടെയുള്ള യൂറോപ്യൻ G7 അംഗങ്ങൾ സാമ്പത്തിക അവസരങ്ങൾ മുതലാക്കാനും പ്രാദേശിക സുരക്ഷാ ആശങ്കകൾ പരിഹരിക്കാനും ലക്ഷ്യമിട്ട് ഇൻഡോ പസഫിക്കിൽ കൂടുതൽ താൽപ്പര്യവും പ്രകടിപ്പിക്കുന്നുമുണ്ട്. അടുത്തത് ആഫ്രിക്ക മെഡിറ്ററേനിയൻ പ്രശ്നങ്ങൾ. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഊർജം എന്നിവയിൽ
ക്ഷണിക്കപ്പെട്ട രാജ്യങ്ങളുമായും അന്താരാഷ്ട്ര സംഘടനകളുമായും ഔട്ട്റീച്ച് സെഷനാണ്. ഇവയൊക്കെയാണ് G7 ഉച്ചകോടിയുടെ പ്രധാന അജണ്ടകൾ. ഇനി ഇന്ത്യക്കുള്ള ക്ഷണവും പശ്ചാത്തലവും ഒന്ന് പരിശോധിക്കാം. വികസിത സമ്പദ് വ്യവസ്ഥയുള്ള രാജ്യങ്ങളുടെ ഒരു കൂട്ടമാണ് G7. $3.94 ട്രില്യൺ GDP ഉള്ള ഇന്ത്യക്ക് കാനഡ, ഫ്രാൻസ്, ഇറ്റലി, UK എന്നീ 4 G7 അംഗങ്ങളെക്കാൾ വലിയ സമ്പദ് വ്യവസ്ഥയാണുള്ളത്. അതിവേഗം വളരുന്ന സമ്പദ് വ്യവസ്ഥകളിൽ ഒന്നാണ് ഇന്ന് ഇന്ത്യ. US, UK, ഫ്രാൻസ്, ജർമ്മനി, ജപ്പാൻ എന്നിവയുൾപ്പെടെ ഒന്നിലധികം G7 രാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ തന്ത്രപരമായ പങ്കാളിത്തം അതിന്റെ പ്രാധാന്യം കൂടുതൽ അടിവരയിടുന്നതാണ്. കൂടാതെ ഇൻഡോ പസഫിക് മേഖലയിൽ ഇന്ത്യ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. ഈ പങ്ക് ചൈനയ്ക്ക് എതിരും ഒപ്പം വലിയ വെല്ലുവിളിയുമാണ്. ഇറ്റലിയുമായുള്ള ബന്ധം മെച്ചപ്പെടുത്തുന്നു. റഷ്യയുമായും നിരവധി ആഫ്രിക്കൻ രാഷ്ട്രങ്ങളുമായും ദീർഘകാല ബന്ധങ്ങൾ, സാമ്പത്തിക സുരക്ഷ, ജിയോ പൊളിറ്റിക്കൽ സ്ഥിരത, വികസനം എന്നിവയെക്കുറിച്ചുള്ള ചർച്ചകളിൽ ഇന്ത്യ ഒരു പ്രധാന പങ്കാളിയായി മാറിക്കഴിഞ്ഞു. തീർച്ചയായും ചൈനയ്ക്ക് പൊള്ളും. ഇന്ത്യയെ കൂടാതെ G7 അംഗമല്ലാത്ത രാജ്യങ്ങളിൽ നിന്നുള്ള മറ്റ് നിരവധി നേതാക്കളെയും ഉച്ചകോടിയിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. ഇവരിൽ തുർക്കി പ്രസിഡന്റ് റജബ് ത്വയ്യിബ് എർദോഗാൻ, സൗദി അറേബ്യയുടെ കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹ്യാൻ, ബ്രസീൽ പ്രസിഡന്റ് ലൂയിസ് ഇനാസിയോ ലുല ഡാ സിൽവ, കൂടാതെ അർജന്റീന പ്രസിഡന്റ് ഹാവിയർ മിലി എന്നിവരുമുണ്ട്. ശ്രദ്ധേയമായ അന്താരാഷ്ട്ര പ്രതിനിധികളിൽ UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ്, IMF, ലോകബാങ്ക്, ആഫ്രിക്കൻ ഡെവലപ്മെന്റ് ബാങ്ക് എന്നിവിടങ്ങളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരും ഉൾപ്പെടുന്നുണ്ട്. കൂടാതെ കെനിയ, അൾജീരിയ, ആഫ്രിക്കൻ യൂണിയനിൽ ഉൾപ്പെട്ട മറ്റു രാജ്യങ്ങളിലെ നേതാക്കൾക്കും ക്ഷണമുണ്ട്.